മണ്ണിൽ പൊന്നു വിളയിക്കുന്ന അധ്വാന മഹത്വത്തിന്റെ കർഷക കൂട്ടായ്മയിലേക്ക് ഒരു പുതിയ അധ്യായം കൂടി. രാമല്ലൂരിലെ ഗ്രാമജ്യോതി സ്വയം സഹായ സംഘമാണ് കാർഷിക സ്വയം പര്യാപ്തതയുടെ നാന്ദി കുറിച്ച കൊയ്ത്തുത്സവം നടത്തിയത്. കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് വിദ്യാർത്ഥികളും എത്തിയതോടെ കൊയ്ത്തുത്സവം സമ്മാനിച്ചത് ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും കാഴ്ചകൾ. ഉപഭോക്തൃ സംസ്കാരം പിടിമുറുക്കിയ നമ്മുടെ ജനതയ്ക്ക് മുൻപിൽ കാർഷിക സമൃദ്ധിയുടെ പേരും പെരുമയും വിതയ്ക്കുകയാണ് ഗ്രാമജ്യോതിയിലെ 18-അംഗ കർഷക സംഘം. ജില്ലയിലെ ഗ്രാമങ്ങളിലെ വയലുകളിൽ വിളവെടുപ്പിന്റെ ആരവ കാഴ്ചകളും ആഹ്ലാദവും തുടങ്ങിക്കഴിഞ്ഞു. കാർഷിക സംസ്കൃതിയുടെ നന്മയുടെയും മഹത്വത്തിന്റെയും വിത്തുപാകി വിളവെടുക്കാൻ ഒരു പറ്റം കർഷകരുണ്ട് രാമല്ലൂരിൽ. കൃഷിയിലൂടെ പഴയ ഗൃഹാതുരത്വത്തിലേക്ക് വഴി തെളിയിക്കാനായി രൂപം കൊണ്ട ഒരു കൂട്ടായ്മ ഗ്രാമജ്യോതി സ്വയം സഹായ സംഘം. ജില്ലയിലെ കാർഷിക ഗ്രാമമാണ് രാമല്ലൂർ. നമ്മുടെ നഗരങ്ങളിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വയലുകളെയും പാടവരമ്പുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച പുതിയ തലമുറയ്ക്ക് അധ്വാനത്തിന്റെയും കൃഷിയുടെയും പുതിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു കൂട്ടായ്മ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന 18ഓളം അംഗങ്ങളാണ് ഗ്രാമജ്യോതി സ്വയം സഹായ സംഘത്തിലുള്ളത്. കൃഷി തുടങ്ങിയാൽ ഇവരുടെ കുടുംബാംഗങ്ങളും ഇവർക്കൊപ്പം മണ്ണിലിറങ്ങും, കൃഷിപ്പണിയിൽ താങ്ങും തണലുമാവാൻ. ഇപ്രാവശ്യം 2.5 ഏക്കർ വയലിലാണ് ഇവർ പൊന്നു വിളയിച്ചത്. മുണ്ടകൻ കൊയ്ത്തിന് തുടക്കം കുറിച്ചത് ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനുമായ കെ മോഹനൻ. കൃഷിയെപ്പറ്റി കാണാനും പഠിക്കാനും വന്ന 78ഓളം വിദ്യാർത്ഥികളും കൊയ്ത്തുത്സവത്തിന്റെ ഭാഗഭാക്കായി. പേനയും നോട്ട്ബുക്കും മറന്ന ഈ വിദ്യാർത്ഥികൾ അല്പസമയം കൊയ്ത്തിന്റെ പാടത്ത്. ആർപ്പുവിളികളുമായി കൊയ്ത്തു തുടങ്ങി. പച്ചക്കറി കൃഷിയിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ഗ്രാമജ്യോതി. 3 വർഷം മുൻപ് രൂപം കൊണ്ട സംഘം നിരവധി തവണ വിളവെടുപ്പുത്സവം നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയുമായിട്ടുണ്ട്. കാർഷിക സ്വയം പര്യാപ്തതയുടെ ആദ്യ ചവിട്ടുപടി എന്നാണ് വിളവെടുപ്പിനെയും കൊയ്ത്തുത്സവത്തെയും ഗ്രാമജ്യോതിക്ക് ചുക്കാൻ പിടിക്കുന്നവർ വിശേഷിപ്പിക്കുന്നത്. കാക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സമ്പൂർണ്ണ സഹായം ഈ കൂട്ടായ്മയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. വിത്തും വളവും ഗുണമേന്മയുള്ളത് നോക്കി തിരഞ്ഞെടുക്കാൻ കൃഷി ഓഫീസർ BJ സീമയും ഇവർക്കൊപ്പമുണ്ട്. നിരവധി വിഷയങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഗ്രാമജ്യോതി സ്വയം സഹായ സംഘം പ്രസിഡന്റ് T അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളി സ്വാഗതം പറഞ്ഞു. സുരേഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, K ഭാസ്കരൻ നായർ, വാർഡ് മെമ്പർമാരായ PK ഷീബ, സജീറ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 78ഓളം വിദ്യാർത്ഥികളാണ് കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമാകാൻ വയലിൽ ഇറങ്ങിയത്. പാടത്തിറങ്ങാനും പണിയെടുക്കാനും മടിക്കുന്ന പുതിയ തലമുറയോട് ഗ്രാമജ്യോതി കൂട്ടായ്മയ്ക്ക് ഒന്നേ പറയുവാനുള്ളൂ: കൃഷിയെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ സംസ്കാരത്തെ സ്നേഹിക്കുന്നത്. കാർഷിക സംസ്കൃതിയുടെ നന്മയും മഹത്വവും തിരിച്ചറിയപ്പെടുമ്പോഴാണ് നമ്മുടെ മണ്ണിലും മനസ്സിലും നമുക്ക് പൊന്നു വിളയിക്കാനാവുക. ക്യാമറമാൻ ബിജീഷ് അക്ഷയ്ക്കൊപ്പം സൂരജ്, സ്പൈഡർനെറ്റ് ന്യൂസ്.